ഡിസംബർ 11 കണ്ണൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങ് മട്ടന്നൂരുകാർക്ക് അന്നും ഒരു സാധാരണ ദിവസമാണ്. മട്ടന്നൂരിലെ ജനങ്ങൾ അന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങില്ല, വോട്ടും ചെയ്യില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നല്ലേ? എന്നാൽ അതിന് പിന്നിലൊരു കഥയുണ്ട്. മട്ടന്നൂർ നഗരസഭ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. 1990 EK നയനാർ മന്ത്രിസഭയാണ് മട്ടന്നൂർ പഞ്ചായത്തിനെ നഗരസഭയാക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നു. നഗരസഭയാക്കിയാൽ നികുതി ഭാരം കൂടുമെന്നും മട്ടന്നൂർ ഗ്രാമപ്രദേശമാണെന്നും ഭൗതിക സൗകര്യങ്ങളൊന്നും ഇല്ലെന്നുമായിരുന്നു വാദം. UDF ഹൈക്കോടതിയെ സമീപിച്ചു, സ്റ്റേയും വാങ്ങി. 91 K കരുണാകരൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ മട്ടന്നൂർ വീണ്ടും പഞ്ചായത്തായി. LDFും വിട്ടില്ല, UDFിന്റെ പാത അവരും സ്വീകരിച്ചു. മട്ടന്നൂരിനെ നഗരസഭയാക്കാൻ LDFും നിയമവഴി തേടി. കോടതിയെ സമീപിച്ച LDFും സ്റ്റേയുമായി എത്തി. ഇതോടെ മട്ടന്നൂർ പഞ്ചായത്തുമല്ല നഗരസഭയുമല്ല എന്ന അവസ്ഥയിലായി. പിന്നീട് നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ മുനിസിപ്പൽ അഡ്വൈസറി കൗൺസിലാക്കി മാറ്റുകയായിരുന്നു. 7 വർഷക്കാലം അഡ്വൈസറി കൗൺസിലാണ് മട്ടന്നൂർ ഭരണം നിയന്ത്രിച്ചത്. 1995 കേരളത്തിൽ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മട്ടന്നൂരിൽ മാത്രം തിരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. 97 EK നയനാർ സർക്കാർ തിരിച്ചെത്തിയപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ മട്ടന്നൂരിനെ വീണ്ടും നഗരസഭയാക്കി. 97 മട്ടന്നൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 2027 സെപ്റ്റംബർ 10 അവസാനിക്കുന്നത്. അതായത് 2027 മട്ടന്നൂർ നഗരസഭ പരിധിയിലെ അടുത്ത തിരഞ്ഞെടുപ്പ്. നാടെല്ലാം തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഓരോ വീട് കയറി ഇറങ്ങി വോട്ട് സ്വന്തം പോക്കറ്റിലാക്കാനുള്ള തിരക്കിലും. ജനമനസ് ആർക്കൊപ്പം എന്ന ജിജ്ഞാസയിൽ കേരളക്കരയിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് നിയമസഭയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കർട്ടൻ റേസിനെ ആവേശത്തോടെയാണ് കേരളത്തിലെ ഓരോ മലയാളികളും നോക്കിക്കാണുന്നത്.